സ്വാഗതം T20 മിനാറ്റിയിലേക്ക്. T20 ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി ഇപ്പോൾ നടന്നിരിക്കുന്നു. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയയെ അട്ടിമറിച്ച് അഫ്ഗാനിസ്ഥാൻ. നിർണായക മത്സരത്തിൽ 21 റൺസിനാണ് അഫ്ഗാന്റെ ജയം. ബൗളർമാരുടെ മികച്ച പ്രകടനമാണ് അഫ്ഗാന് ജയമൊരുക്കിയത്. ഗുൽബദിൻ നായിബ് 4-ഉം നവീനുൽ ഹക്ക് 3 വിക്കറ്റും നേടി. ഇതോടെ ഓസ്ട്രേലിയക്ക് ഇന്ത്യക്കെതിരായ അടുത്ത മത്സരം നിർണായകമായി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഫായിസ് കെറ്റി ചേരുകയാണ്. ഫായിസ്, ഇതൊരു അപ്രതീക്ഷിത ജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു അട്ടിമറി ജയം. അഫ്ഗാൻ മികച്ച രീതിയിൽ കളിക്കുന്ന ടീമുമാണ്. ഇന്നത്തെ മത്സരം എങ്ങനെയായിരുന്നു? ഇന്നത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ത്രസിപ്പിക്കുന്ന ജയമാണ് അഫ്ഗാൻ സ്വന്തമാക്കിയത്. അഫ്ഗാൻ ബോളർമാരുടെ മികച്ച പ്രകടനമാണ് ഓസ്ട്രേലിയക്കെതിരെയുള്ള ഈ 21 റൺസിന്റെ വിജയം അഫ്ഗാന് നൽകിയത്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 6 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനേറിയ ഓസ്ട്രേലിയ 127 റൺസിന് ആൾ ഔട്ട് ആവുകയായിരുന്നു. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ബോളർമാരുടെ പ്രകടനം തന്നെയാണ്. 8 ബോളേഴ്സാണ് ഇന്ന് അഫ്ഗാന് വേണ്ടി പന്തെറിഞ്ഞത്. ഇതിൽ നവീനുൽ ഹക്ക് 3 വിക്കറ്റും ഗുൽദാവിൻ നായിബ് 4 വിക്കറ്റും എടുത്തിട്ടാണ് അഫ്ഗാന് ഈ വിജയം ഇത്ര എളുപ്പത്തിലാക്കി കൊടുത്തത്. ഒരു ഘട്ടത്തിൽ കയ്യിൽ നിന്ന് പോയ മത്സരമാണ് അഫ്ഗാൻ തിരിച്ചു പിടിച്ചത്. ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയിൽ ഗ്ലെൻ മാക്സ്വെൽ മികച്ച പ്രകടനം നടത്തി. 59 റൺസുമായി മാക്സ്വെൽ മികച്ചു നിന്നെങ്കിലും പക്ഷെ ആർക്കും ഒരു പിന്തുണ കൊടുക്കാനായില്ല. 32 റൺസ് എടുക്കുന്നതിന്റെ 3 വിക്കറ്റ് പോയെടുത്തു നിന്നാണ് മാക്സ്വെൽ ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിലേക്ക് ജയിക്കുമെന്ന നിലയിലേക്ക് മത്സരം കൊണ്ടെത്തിച്ചത്. പക്ഷേ മികച്ച പിന്തുണ ആർക്കും കൊടുക്കാനായില്ല. ഈ മത്സരത്തിൽ ജയത്തോടു കൂടി അഫ്ഗാനിസ്ഥാൻ സെമി സാധ്യത നിലനിർത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയക്ക് അടുത്ത മത്സരം ഇന്ത്യക്കെതിരെയാണ്. ആ മത്സരത്തിൽ ഓസ്ട്രേലിയ തോൽക്കുകയും ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ അഫ്ഗാൻ ജയിക്കുകയുമാണെങ്കിൽ ഗ്രൂപ്പ് 1-ലെ സെമി സാധ്യതകൾ നമുക്ക് അപ്രവചനീയമായ രീതിയിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം. അതാണ് ഗ്രൂപ്പ് 1-ലെ സെമി സാധ്യതകൾ അപ്രവചനീയമാകുകയാണ്. കാരണം ഓസ്ട്രേലിയക്ക് നാളെ ഇന്ത്യയുമായുള്ള മത്സരം നിർണായകമാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ജയിച്ചേ പറ്റൂ. ഓസ്ട്രേലിയ പരാജയപ്പെട്ടാൽ ഓസ്ട്രേലിയ പുറത്താകും. അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ജയിച്ചാൽ അഫ്ഗാനിസ്ഥാനും 4 പോയിന്റ് ആകും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് 4 പോയിന്റും ഇന്ത്യക്ക് നിലവിൽ 4 പോയിന്റ് ഉണ്ട്. ഓസ്ട്രേലിയ മറികടന്നാൽ ഇന്ത്യ അനായാസം സെമിയിലെത്തും. ഇന്ത്യക്കും നിർണായകമാണ്, ഓസ്ട്രേലിയക്കും നിർണായകമാണ്. പി രംഗനാഥൻ, ക്രിക്കറ്റ് നിരീക്ഷകൻ, പരിശീലകൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇത് പ്രവചനാതീതമായല്ലോ ശ്രീ രംഗനാഥൻ, ഈ ഗ്രൂപ്പിലെ മത്സരങ്ങൾ. ഇനി എന്താണ് ഒരു സാധ്യത? ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമോ? അല്ല, ഇന്ത്യക്ക് ഒരു ഏക ആശ്വാസം, ഇന്ത്യ 2 മത്സരങ്ങളും വിജയിച്ച് നെറ്റ് റൺ റേറ്റ്, അതാണ് ഇനി ഏറ്റവും നിർണായകമാവുന്നത്. നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യ ഏറെ മുന്നിലാണെന്ന് വേണേൽ പറയാം. കാരണം +2-ലും ഉപരിയായിട്ടാണ് ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ്. അപ്പോ വളരെ ദയനീയമായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയായിട്ട് പരാജയപ്പെട്ടാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു സാധ്യത കുറവ് കാണുന്നുള്ളൂ. അത് മാത്രമല്ല, ഓസ്ട്രേലിയക്ക് വിജയിച്ചാൽ മാത്രം പോരാ, മികച്ച മാർജിനിൽ ഓസ്ട്രേലിയ വിജയിക്കേണ്ടിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനും സമാനമായിട്ടൊരു അനുഭവമാണ്. കാരണം ബംഗ്ലാദേശുമായിട്ടാണ് ഇനി അടുത്ത മത്സരം. ആ മത്സരം അഫ്ഗാനിസ്ഥാന് വിജയിച്ചാൽ അവർ നെറ്റ് റൺ റേറ്റിലും ശരാശരി അവര് 2ാം സ്ഥാനക്കാരായിട്ട് വരണമെങ്കിൽ അവരുടെ നെറ്റ് റൺ റേറ്റും ഉയർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യക്കായാലും ഓസ്ട്രേലിയക്കായാലും കൂടാതെ അഫ്ഗാനിസ്ഥാനും ഏറെ നിർണായകമാവുന്നത് ശരാശരി റൺ റേറ്റിലുള്ള ആ ഒരു മാറ്റമാണ്. അപ്പോൾ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രം പോരാ, നല്ല മാർജിനിൽ അല്ലെങ്കിൽ കുറഞ്ഞ ഒരു ടോട്ടൽ എതിർ ടീമിനെ ഔട്ടാക്കി അവരുടെ നെറ്റ് റൺ റേറ്റ് ഉയർത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്യന്തം ആവേശമായിട്ട് ഗ്രൂപ്പ് 1 മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൂചന. അത് മാത്രമല്ല, സമാനമായൊരു അനുഭവമാണ് മറ്റുള്ള ഗ്രൂപ്പിലും. വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, അതും സമാനമായ രീതിയിലാണ് പോകുന്നത്. അവർക്കും വിജയിച്ചാൽ മാത്രം പോരാ, നെറ്റ് റൺ റേറ്റിൽ അവരുടെ റൺ റേറ്റ് ഉയരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ലോകകപ്പ് അവസാന ഇന്നത്തെ മത്സരത്തിലേക്ക് ഒന്ന് വന്നാൽ കഴിഞ്ഞ നവംബർ 7-ന് നമുക്കറിയാം, ഏകദിന ലോകകപ്പിൽ ഒരു അട്ടിമറി ജയത്തിലേക്ക് അഫ്ഗാൻ നീങ്ങുമ്പോൾ ഓസ്ട്രേലിയ തിരിച്ചടിച്ചതും മാക്സ്വെല്ലിന്റെ ബാറ്റിംഗ് പ്രകടനം, അതിനൊരു പകരം വീട്ടിലായിരുന്നില്ല ഇന്നത്തെ മത്സരം? അല്ല, വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു എന്നാണ് അഫ്ഗാൻ ബോളർമാരെ ഏറ്റവും മികച്ച രീതിയിൽ. കാരണം ആ നിർണായക വിക്കറ്റ് മാക്സ്വെൽ വീണ്ടും ആ ലോകകപ്പിന് സമാനമായ രീതിയിൽ അദ്ദേഹം ടീമിന് വിജയത്തിലോട്ട് എത്തിക്കുന്നതിൽ തടയിടാനായിട്ട് അഫ്ഗാന്റെ ബോളർമാർക്ക് സാധിച്ചു. അത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനെ ഒരിക്കലും നമുക്ക് കുറഞ്ഞു കാണാൻ പറ്റിയ ഒരു ടീമല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം. അവർ ഏകദിനത്തിൽ ഉജ്ജ്വലമായിട്ട് ഈ പരമ്പരയിൽ, ആ ലോകകപ്പിൽ, നമ്മൾ ഇന്ത്യയിൽ നടന്ന ലോകകപ്പിൽ അവർ പെർഫോം ചെയ്യുകയുണ്ടായി. സമാനമായ രീതിയിൽ T20-ലും അവർ ആ പെർഫോമൻസ് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു അട്ടിമറി വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ എഴുതി തള്ളപ്പെടേണ്ട ഒരു ടീമല്ല.
ഏത് ടീമിനും വെല്ലുവിളി ഉയർത്താൻ കഴിവുള്ള ഒരു ടീം. അവരുടെ ബാറ്റിംഗ് നോക്കൂ, റഹ്മാനുള്ള അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി, കൂടാതെ ഗുർബാസ്, അദ്ദേഹം IPL-ലും KKR-ന്റെ ഏറ്റവും നിർണായകമായിട്ട് ബാറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ബാറ്റർമാരുടെ പ്രകടനവും നമുക്ക് ഒരിക്കലും കുറഞ്ഞു കാണാൻ സാധിക്കില്ല. കാരണം ഏറ്റവും മികച്ച ബോളറാണ് ഓസ്ട്രേലിയന്മാരുടെ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന ബോളിംഗ് നിര. അപ്പൊ ആ നിരക്കെതിരെ നല്ലൊരു ടോട്ടൽ പടുത്തുയർത്താൻ സാധിച്ചു. അതിലും ഉപരിയായിട്ട് അഫ്ഗാനിന്റെ ബോളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് ആധികാരികമായിട്ട് 21 റൺസ് വിജയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വിജയമല്ല, ഒരു വലിയ മികച്ച വിജയം ഓസ്ട്രേലിയക്കെതിരെ അവർ നേടിയെന്ന് വേണം പറയാൻ. വിജയമാണ് നേടിയിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ പി രംഗനാഥൻ. ബ്രാവോ അഫ്ഗാൻ എന്ന് പറയേണ്ടി വരും, കാരണം ഡെയ്ൻ ബ്രാവോയാണ് അവരുടെ ബൗളിംഗ് പരിശീലകൻ. ബൗളിംഗ് പരിശീലകന് അഫ്ഗാൻ താരങ്ങൾ നൽകിയ ഒരു സമ്മാനം ആണ് ഈ വിജയം എന്ന് പറയാം.